ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബൈറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഹോണ്ട ആക്റ്റീവയുടെ എയർ ഫിൽറ്റർ ചേഞ്ചിങ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ എയർ ഫിൽറ്ററിൻ്റെ കവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കവർ അഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബോഡി പാർട്ട് കൂടി നമുക്ക് അവിടുന്ന് ആക്റ്റീവ എന്ന് എഴുതിയ ഈ ഒരു ബോഡി പാർട്ട് കൂടി നമുക്ക് ഇവിടുന്ന് അഴിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് അഴിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ഒരു വർക്കാണത്. 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന പരിപാടിയുള്ളൂ. അപ്പോൾ സീറ്റ് അഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് 2 ബോൾട്ടുകളാണ് ഇവിടെ കാണാൻ പറ്റുക. കണ്ടില്ല, മുകളിലായിട്ട് ഇതാ ഇതുപോലെ ഇവിടെ ഒന്നും, അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് അവിടെയും ഒന്ന് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഏറ്റവും ഉൾഭാഗത്തായിട്ട് നമ്മുടെ ഈ സാധന സാമഗ്രികളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഉൾഭാഗത്തായിട്ടും ഉണ്ടല്ലേ, അവിടെ നമുക്കൊരു വലിയ ബോൾട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ 3 ബോൾട്ടുകളാണ് നമ്മൾ അഴിക്കേണ്ടത്. അപ്പോൾ അത് അഴിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു കവർ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉയർത്തി മുകളിലേക്ക് ആക്കി വെക്കാൻ പറ്റും. പിന്നീട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ എയർ ഫിൽറ്ററിൻ്റെ കവർ അഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വെറും എയർ ഫിൽറ്റർ മേലാണല്ലോ എന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, എയർ ഫിൽറ്ററിനെ പറ്റി നമ്മൾ കൂടുതൽ അറിഞ്ഞപ്പോൾ, കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ, അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മളെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അറിയുന്ന മറ്റ് സുഹൃത്തുക്കളിലുള്ള എല്ലാവരോടും ഞാനത് പറയുന്നുണ്ട്. മാക്സിമം മാറ്റാറായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒട്ടും താമസിക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് മാറ്റുക. അപ്പോൾ എന്തായാലും നമുക്കിത് അത്രയും അഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോഡി പാർട്ട് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. നമ്മുടെ കാറിൻ്റെ ഒക്കെ ബോണറ്റ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, നമുക്ക് ഇനി ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ ആ കവർ അഴിച്ചെടുക്കാൻ പറ്റും. ഒരു 6-7 സ്ക്രൂസേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഹോണ്ട ആക്റ്റീവയ്ക്ക് രണ്ട് ടൈപ്പ് എയർ ഫിൽറ്റർ വരുന്നുണ്ട്. അപ്പോൾ പുതിയ മോഡൽ ഒരു 2 വർഷം മുമ്പ് വരെയുള്ള മോഡലുകൾക്കാണെന്ന് തോന്നുന്നു ആ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് എയർ ഫിൽറ്ററാണ് വരുന്നത്. അതിന് മുമ്പുള്ള മോഡലുകൾക്കൊക്കെ നമ്മുടെ സാധാരണ ആ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു ടൈപ്പ്, ആ ഒരു ആകൃതിയുള്ള എയർ ഫിൽറ്ററാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കവർ അഴിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇത് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡയറക്ഷൻ കണ്ടില്ല, ഇതാ ഇങ്ങനെയാണ് ഞാൻ അഴിച്ചെടുത്തപ്പോൾ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ അതേപോലെ തിരിച്ച് വെക്കുമ്പോഴും ഇതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വെക്കാൻ കഴിയും. അല്ലാതെ നമ്മൾ കടന്ന് മല മറിക്കേണ്ടി വരും, ചിലപ്പോൾ ഒരുപാട് സമയം ഇതിന് തന്നെ പോയിന്ന് വരും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. ഇതാ കണ്ടില്ല, ഈ ഒരു ഷേപ്പ് എയർ ഫിൽറ്ററാണ് ഇതിന് വരുന്നത്. ഇത് 2010 മോഡൽ ആക്റ്റീവയാണ്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു, അത് കറക്റ്റായിട്ട് ഇയർ എനിക്ക് പറയാനറിയില്ല. അപ്പോൾ നിങ്ങൾ ഏത് ഇയർ ആണെന്നുള്ളത് നിങ്ങൾ സർവീസ് സെൻ്ററിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിന് കറക്റ്റായിട്ടുള്ള എയർ ഫിൽറ്റർ തരും. 2 ഷേപ്പുള്ള എയർ ഫിൽറ്ററേ ഉള്ളൂ ഹോണ്ട ആക്റ്റീവയ്ക്ക്. ഒന്ന് ഫ്ലാറ്റ് ആയിട്ടുള്ളതും പിന്നെ ഒന്ന് ഇതുമാണ്. അപ്പോൾ പുതിയ മോഡലിനാണ് ഫ്ലാറ്റ് ആയിട്ടുള്ളത് വരുന്നത്. അപ്പോൾ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ പോകുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ഇയർ പറഞ്ഞു കൊടുത്താൽ മതി, മോഡൽ എത്രയാണ് വർഷം എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ അവർ അതിന് ആപ്റ്റായിട്ടുള്ളത് തരും. അപ്പോൾ നമ്മുടെ പുതിയതും പഴയതും തമ്മിലുള്ളൊരു വ്യത്യാസം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് തീരെ ഓടാത്തൊരു വണ്ടിയാണ്. അതായത് ഡെയിലി ഓടുന്നൊരു വണ്ടിയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഒരു 1-2 കിലോമീറ്റർ മാത്രം ഓടുന്നൊരു വണ്ടിയാണ്. പിന്നെ ഇതൊരു ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ളൊരു വണ്ടി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എയർ ഫിൽറ്റർ മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ നല്ല നമ്മളെ എയർ ഫിൽറ്റർ കാണേണ്ടത്. എന്തായാലും അതിനുശേഷം അധികം കിലോമീറ്റർ ഒന്നും ഓടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഒരു 4000 അല്ലെങ്കിൽ ആ ലെവലിലൊക്കെ ഓടിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് ഇത് വലിയൊരു എന്താ പറയുക, അഴുക്കൊന്നും ഇല്ലാത്ത രൂപത്തിൽ കാണുന്നത്. എന്നാലും അത്യാവശ്യം അഴുക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ വിസ്കസ് ടൈപ്പ് എയർ ഫിൽറ്റർ ആണിത്. അപ്പോൾ നമ്മൾ നേരിട്ട് പൊടി നമ്മുടെ കയ്യിൽ അങ്ങനെ ആവുന്നില്ല. കാരണം അതൊരു ഓയിലി ആയിരിക്കും. നമ്മളത് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഓയിൽ പോലെ നമ്മുടെ കയ്യിൽ വരും. അതെന്താ വെച്ചാൽ ഒരു കോട്ടിംഗ് ആണ്, ഒരു ഓയിൽ പോലുള്ളൊരു കോട്ടിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ വിസ്കസ് എയർ ഫിൽറ്റർ എന്നുള്ള ഒരു കാറ്റഗറിയിൽ വിളിക്കുന്നത്. അപ്പോൾ മിക്കവാറും വരുന്ന പുതിയ മോട്ടോർ സൈക്കിളിലെല്ലാം ബൈക്കുകളിലൊക്കെ വരുന്നത് ഈ ഒരു ടൈപ്പ് എയർ ഫിൽറ്ററാണ്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു ചേമ്പർ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം എയർ ഇങ്ങനെ ഉള്ളിലേക്ക് സക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ മാക്സിമം പുറത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഈ ഒരു പിന്നെ ചേമ്പറിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അതേപോലെ തന്നെ എയർ കയറുന്ന ഇതാണ് നമ്മുടെ ഇൻലെറ്റ്, ആ ഒരു എയർ കയറുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗത്തും നല്ല രീതിയിൽ മണ്ണും പൊടിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പുതിയ എയർ ഫിൽറ്റർ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഹോളായിരിക്കും, ആ ഹോളിലേക്ക് കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരൊറ്റ സ്ക്രൂ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന പരിപാടിയുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. നമ്മുടെ ആ ഒരു വെക്കുന്ന ആ ഒരു ഹോൾ കറക്റ്റായിട്ട് നമ്മുടെ എയർ ഫിൽറ്റർ ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇത് ഊരുമ്പോഴും അതുപോലെ തിരിച്ച് വെക്കുന്ന സമയത്തും ആ ഒരു ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലാണ് നിങ്ങൾ ഊരിയെടുത്തത് അതേ ഡയറക്ഷനിൽ തന്നെ തിരിച്ച് വെക്കുകയാണെങ്കിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ വളരെ പെട്ടെന്ന് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ഡയറക്ഷനിൽ വെച്ചിട്ട് തന്നെ കണ്ടില്ലേ, ചെറിയ എന്താ പറയുക, ആ ഒരു ചെറിയ തടസ്സങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ ക്ഷമയോടുകൂടി ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗവും കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ. എന്നിട്ട് നമ്മുടെ സ്ക്രൂസ് എല്ലാം ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വർക്ക് ഇതാ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന, നമ്മുടെ വീട്ടിൽ വെച്ച് ആർക്കും ചെയ്യാവുന്ന ഒരു വർക്കാണത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് ഇത്രയേ ഉള്ളൂ. എയർ ഫിൽറ്റർ ഒരിക്കലും ക്ലീൻ ചെയ്യാൻ ശ്രമിക്കരുത്. സമയമായി കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ മാറ്റുക. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ പ്രാധാന്യം, അതേപോലെ അത് എത്ര കിലോമീറ്റർ ചേഞ്ച് ചെയ്യണം,
അതേപോലെ ഓരോ വണ്ടിയിലും നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ, ഈ സംഭവങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണുകയാണെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ എയർ ഫിൽറ്റർ മാറ്റുക. അപ്പോൾ അത് നമ്മളിതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഒരു നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം നമ്മുടെ 3 ബോൾട്ടുകൾ കൂടി ടൈറ്റ് ആക്കുന്നതോടുകൂടി നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ ഓണാക്കി വെക്കുകയാണെങ്കിൽ നമ്മളിതിന് ഇതുപോലെ മറ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് കിട്ടും. നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് കാണാം. പിന്നെ അതുപോലെ നമ്മുടെ ഹോണ്ട ആക്റ്റീവയിൽ സംഭവിക്കുന്ന 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അതായത് കിക്കർ ജാം ആകുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ചോക്ക് ലിവർ ജാമായി പോകുന്നത്, ഈ 2 പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ വളരെ എന്താ പറയുക, മറ്റുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന രൂപത്തിൽ, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഞാനൊരു 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.